ഹലോ എവരിവൺ, ഫണ്ടമെന്റൽസ് ഓഫ് എ സി സിസ്റ്റംസ് എന്ന സബ്ജക്റ്റിനോട് കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തത് എ സി, അതായത് ഓൾട്ടർനേറ്റീവ് ക്വാണ്ടിറ്റിയുടെ ഡിഫറെന്റ് ടേംസ് ആണ്. അപ്പോൾ ഇന്ന് കുറച്ച് ബാക്കി ടേംസും കൂടി നമുക്ക് ചെയ്യാം. ഫസ്റ്റ് ആർ എം എസ് വാല്യൂ. എന്താണ് ആർ എം എസ് വാല്യൂ? R stands for root mean square value. RMS value. എന്താണ് RMS value? അതിന്റെ ഡെഫിനിഷൻ, ഒരു ഡി സി കറണ്ട് ഒരു സർക്യൂട്ടിലൂടെ പാസ് ചെയ്യുന്നു. ആ സർക്യൂട്ടിലൂടെ പാസ് ചെയ്യുന്ന സമയം ടി എന്ന് പറഞ്ഞ സമയം, ഒരു നിശ്ചിത സമയം. ആ സമയത്ത് ആ ഡി സി സർക്യൂട്ടിലൂടെ ആ ഡി സി കറണ്ട് ആ സർക്യൂട്ടിലൂടെ പാസ് ചെയ്യുമ്പോൾ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഹീറ്റ്, ഒരു ഹീറ്റ് പ്രൊഡ്യൂസ് ചെയ്യും. ഇപ്പൊ എക്സാമ്പിൾ പറയുന്നത് 50 ജൂൾ ഹീറ്റ് പ്രൊഡ്യൂസ് ചെയ്യും. ഈ സെയിം അളവിലുള്ള ഇത്രയും 50 ജൂൾ, ഇപ്പൊ ഇത്രയും ഹീറ്റ് പ്രൊഡ്യൂസ് ചെയ്യാൻ ഒരു എ സിയിലൂടെ ഈ ടി എന്ന് പറഞ്ഞ സമയത്ത് എത്രമാത്രം കറണ്ട് പാസ് ചെയ്യണം, അതാണ് ആ എ സിയുടെ ആർ എം എസ് വാല്യൂ എന്ന് പറയുന്നത്. ആർ എം എസ് വാല്യൂ ഈസ് ദ ഡിഫൈൻഡ് ആസ് ദ ഡി സി കറന്റ് flowing through a circuit at a certain time as produced, the heat is produced as the alternating currents passing through the same circuits in the same time. അതാണ് ആർ എം എസ് വാല്യൂ. അപ്പൊ ആർ എന്നത് റൂട്ടാണ്, മീൻ ആണ്, സ്ക്വയർ ആണ്. അപ്പൊ ഇതിന്റെ ഒരു ഇക്വേഷൻ നമ്മൾ ജസ്റ്റ് നോക്കുകയാണെങ്കിൽ ഐ ആർ എം എസ് ഈസ് ഈക്വൽ ടു റൂട്ട് ഓഫ് കറന്റ് ആണെങ്കിൽ I1 സ്ക്വയർ പ്ലസ് I2 സ്ക്വയർ. കാരണം റൂട്ട് മീൻ സ്ക്വയർ ആണ്, പ്ലസ് എക്സെട്ര പ്ലസ് IN സ്ക്വയർ ഡിവൈഡഡ് ബൈ n. അതാണ് ഐ ആർ എം എസ് എന്നുള്ള അതിന്റെ സിമ്പിൾ ആയിട്ടുള്ള ഇക്വേഷൻ. ഇനി നമുക്ക് ഇതിന്റെ അനാലിറ്റിക്കൽ മെത്തേഡിൽ എങ്ങനെയാണ് ഐ ആർ എം എസിന്റെ വാല്യൂ കിട്ടുക എന്ന് നോക്കാം. അനാലിറ്റിക്കൽ മെത്തേഡിൽ എങ്ങനെയാണ്? ഒരു സൈക്കിൾ, ഇപ്പൊ എ സി സർക്യൂട്ടാണ്, അതിനൊരു സൈക്കിളാണ്. ഇത് 0, ഇത് പൈ, ഇത് 2π. 0 മുതൽ 2π വരെയുള്ള ഒരു സൈക്കിളിൽ എങ്ങനെയാണ് ആർ എം എസ് വാല്യൂ കാണുക എന്നുള്ളതാണ്. അപ്പൊ ഐ ആർ എം എസ് ഇറ്റ് ഈസ് ഈക്വൽ ടു, നമുക്ക് ഇക്വേഷൻ അറിയാം. ഐ ഈസ് ഈക്വൽ, ഫസ്റ്റ് ചെയ്യണം, ഐ ഈസ് ഈക്വൽ ടു ഐ എം സൈൻ തീറ്റ. IRMS is equal to the root of integral 0 to 2π. 0 മുതൽ 2π വരെയുള്ളൂ. 0 to 2π സ്ക്വയർ ആണ്. I സ്ക്വയർ ഡിവൈഡഡ് ബൈ 2π മൈനസ് 0 മീൻ. ഇതാണ് ഇക്വേഷൻ. ഇന്റഗ്രൽ 0 to 2π I സ്ക്വയർ 2π 0 into d തീറ്റ. ഇന്റഗ്രൽ 0 മുതൽ 2π വരെയുള്ള വാല്യൂസ് ആണ്. 0 മുതൽ 2π വരെയുള്ള ഈ ഒരു സൈക്കിളിൽ ആർ എം എസ് വാല്യൂ എന്തായിരിക്കും? സ്ക്വയർ റൂട്ട് മീൻ സ്ക്വയർ ആർ എം എസ് വാല്യൂ. നമുക്ക് ചെയ്തു നോക്കാം. റൂട്ട് ഓഫ് 0 to 2π ഐ സ്ക്വയർ IL സ്ക്വയർ സൈൻ സ്ക്വയർ തീറ്റ ഇൻറ്റു ഡി തീറ്റ ഡിവൈഡ് ബൈ 2π. It is equal to ഈ 0 to 2π d തീറ്റ. അപ്പോൾ ഇതിനെ മാത്രം ഇവിടെ നിർത്തിയിട്ട് ബാക്കിയുള്ളതിനൊക്കെ ഇന്റഗ്രൽ ഈ സൈഡിലോട്ട് കൊണ്ടുപോകാം. റൂട്ട് ഓഫ് IM സ്ക്വയർ ഡിവൈഡഡ് ബൈ 2π ഇൻറ്റു ഇന്റഗ്രൽ 0 to 2π സൈൻ സ്ക്വയർ തീറ്റ ഇൻറ്റു ഡി തീറ്റ. നമുക്കറിയാം സൈൻ സ്ക്വയർ തീറ്റ ട്രിഗ്നോമെട്രിയിലാണ്. cos 2 theta is equal to 1 minus 2 sin square theta. അപ്പോൾ sin square theta എന്തായിരിക്കും? sin square theta is equal to 1 minus cos 2 theta divided by 2. ഈ വാല്യൂ ഇക്വേഷൻ നമ്പർ 1 ആയിരിക്കും. ഈ വാല്യൂ ഇതിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യും. ഇത് ഇക്വേഷൻ നമ്പർ 2 ആണ്. സബ്സ്റ്റിറ്റ്യൂട്ട് the value of equation number 2 in equation number 1.
സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ it is equal to root of im square divided by 2 pi. Integral 0 to 2 pi 1 minus cos 2 theta divided by 2. ഈ 2 ഉണ്ടല്ലോ, ഞാൻ ഇങ്ങോട്ട് എടുക്കണം. കാരണം നമ്മൾ ഇന്റഗ്രൽ ചെയ്യുമ്പോൾ അത് കോൺസ്റ്റന്റ് ആയതുകൊണ്ട് അതിന് ആവശ്യമില്ല. അതുകൊണ്ടാണ് ഡി തീറ്റ. ഓക്കെ, ഇനി ഇതൊന്ന് ഇന്റഗ്രേഷൻ നടത്തുകയാണ്. 1ന്റെ ഇന്റഗ്രേഷൻ എന്താണ്? തീറ്റ തന്നെയാണ്. അപ്പോ IRMS is equal to root of im square divided by 2 into 2 4 pi into ഇന്റഗ്രേറ്റ് ചെയ്യണ്ടോ? 1ന്റെ ഇന്റഗ്രേഷൻ തീറ്റ വെച്ചിട്ടാണ് ഇന്റഗ്രേഷൻ. തീറ്റ മൈനസ് cos 2 തീറ്റ ഇന്റഗ്രൽ sin 2 തീറ്റ by 2 sin 2 തീറ്റ divided by 2 ഇന്റഗ്രൽ എവിടെ ലിമിറ്റ് 2 pi 0 മുതൽ 2 pi വരെ is equal to root of im square divided by 4 pi into theta 2 pi minus sin 2 into 2 pi. sin ന്റെ പൈന്റെ വാല്യൂസ് ആണ്. പൈ എന്നുള്ള sin pi, sin 2 pi, sin 3 pi, sin 4 pi. പൈ 0 വരാണെങ്കിൽ, അതായത് n പൈ സൈനിന്റെ വാല്യൂസ് വരികയാണെങ്കിൽ ആ വാല്യൂ എന്തായിരിക്കും? 0 ആയിരിക്കും. 0 മൈനസ് 0 മൈനസ് സൈൻ 0 ആണ്, 0 ആണ്. അപ്പൊ ഇതിന് കിട്ടുന്ന വാല്യൂ ഈ 2 പൈ മാത്രമാണ്. IRMS it is equal to root of im square divided by 4 pi into 2 pi. ഈ 2 ഈ പയ്യും ക്യാൻസൽ ചെയ്തു. 2 4 2 ആയി. IRMS is equal to im square. im square റൂട്ട് എടുക്കുമ്പോൾ im divided by ഇവിടെ 2 ആണ്, root 2. ഇതാണ് RMS വാല്യൂ. im divided by root 2. It is equal to 0.707 into im. im എന്ന് പറഞ്ഞാൽ മാക്സിമം കറണ്ട്, അതാണ് IRMS എന്നുള്ള വാല്യൂ. ഓക്കെ, ഇത് നമുക്ക് എവിടെയാണ് ഈ RMS വാല്യൂ കാണുന്നത്? നമ്മൾ ഏതൊരു മീറ്റർ എടുക്കുകയാണെങ്കിലും ഇപ്പൊ അമ്മീറ്ററിൽ കാണുന്ന വാല്യൂസ്, വോൾട്ട്മീറ്ററിൽ കാണുന്ന വാല്യൂസ്, അതിലെല്ലാം നമ്മൾ കാണുന്ന വാല്യൂ എന്തായിരിക്കും? RMS വാല്യൂ ആയിരിക്കും. ഓക്കെ, ഇനി അടുത്തത് നമുക്ക് ആവറേജ് വാല്യൂ കാണാം. അപ്പൊ അടുത്ത ഡിസ്കസ് ചെയ്തത് ആവറേജ് വാല്യൂ. എന്താണ് ആവറേജ് വാല്യൂ? നമ്മൾ നേരത്തെ RMS വാല്യൂ എക്സ്പ്ലെയിൻ ചെയ്ത് അതേപോലെ തന്നെയാണ് ആവറേജ് വാല്യൂ. അതായത് DC ഡയറക്റ്റ് കറണ്ട് അല്ലെങ്കിൽ സ്റ്റഡി കറണ്ട് ഒരു സർക്യൂട്ടിലൂടെ പാസ് ചെയ്യുന്നു. ഒരു T എന്ന് പറയുന്ന സമയത്ത് ഒരു 10 സെക്കൻഡോ 20 സെക്കൻഡോ എത്രയാണ്? 20 സെക്കൻഡ്. ആ സമയത്ത് എത്ര ചാർജ് അതിലൂടെ ട്രാൻസ്ഫർ ആയി? നേരത്തെ RMS എന്തായിരുന്നു? ഹീറ്റ് പ്രൊഡ്യൂസ് ചെയ്തായിരുന്നു. ആവറേജ് വാല്യൂ ചാർജിൽ എത്ര ട്രാൻസ്ഫർ ആയിരുന്നു? ആ ചാർജ് ട്രാൻസ്ഫർ ചെയ്തതാണ്. ഇതേ ചാർജിൽ ഓൾട്ടർനേറ്റിംഗ് കറന്റ് ഈ ഒരു സമയത്ത് T എന്ന് പറഞ്ഞ സമയത്ത് എത്രയാണോ സെൻഡ് ചെയ്യാൻ കഴിയുന്നത് ആ ഒരു കറന്റിന്റെ പേരാണ് ആവറേജ് വാല്യൂ ഓഫ് ദി ഓൾട്ടർനേറ്റിംഗ് കറന്റ്. ഇനി ഇതിന്റെ ഇക്വേഷൻ ആവറേജ് വാല്യൂ I average is equal to I1 plus I2 plus etc IN. n number of current എന്ന് വിചാരിക്കും. ഇങ്ങനെ I1 plus I2 plus etc IN divided by average ആവുമ്പോൾ divided by എത്ര എണ്ണമാണ് divided by n. ഇതാണ് ആവറേജ് വാല്യൂ. സിമ്പിൾ ആയിട്ടുള്ളത്. ഇനി അതിന്റെ അനാലിറ്റിക്കൽ മെത്തേഡിൽ എങ്ങനെയാണ് ആവറേജ് വാല്യൂ ഡെറിവേഷൻ ആണ് വേണ്ടത്. ഓക്കെ, അതൊന്നും ചെയ്തു.
ഇതൊരു എ സി വേവ് ആണ്. ആ എ സി വേവ് ഓൾട്ടർനേറ്റിംഗ് കറന്റ് ആവറേജ് വേവ് ഇതൊരു സിമെട്രിക്കലാണ്. ഇത് 0, ഇവിടെ പൈ ആണ്, ഇവിടെ 2π. അതൊരു സിമെട്രിക്കൽ വേവ് ഫോം ആണ്. അതായത് ഇവിടെ എത്രയാണോ പോസിറ്റീവ് ഉള്ളത് അത്രയും നെഗറ്റീവ് ആക്കണം. നമുക്ക് ആവറേജ് 0 to 2π, 0 to 2π ആവറേജ് വാല്യൂ കണ്ടാൽ എന്തായിരിക്കും ആൻസർ? 0 ആയിരിക്കും. കാരണം എന്താ? 0 to π ഒരു വാല്യൂ ആണ്, π to 2π അതിന്റെ നേരെ റിവേഴ്സ് ആണ്. അപ്പൊ ആവറേജ് എടുക്കുമ്പോൾ ടോട്ടൽ എന്താവും? 0. അപ്പോൾ ആവറേജ് എടുക്കുന്നുണ്ടാവും സിമെട്രിക്കൽ ആയതുകൊണ്ട് 0 to 2π അല്ല. നേരത്തെ നമ്മൾ RMS 0 to 2π എടുത്തത്, ആവറേജ് 0 to π ആണ് എടുക്കുന്നത്. നമുക്ക് ചെയ്ത് നോക്കാം. I average is equal to integral 0 to π. റൂട്ട് ഉണ്ടാവില്ല. നേരത്തെ RMS റൂട്ട് ഉള്ളത്, അവിടെ റൂട്ട് മീൻ സ്ക്വയർ ആണ്. അപ്പൊ ഇവിടെ റൂട്ട് ഉണ്ടാവില്ല, ഇവിടെ ആവറേജ് ആണ്. 0 to π, 2π അല്ല π, I divided by എന്താണ് മീൻ ആണ്, ആവറേജ് അല്ല, π മൈനസ് 0 ഇൻറ്റു dt. I എന്ന് പറഞ്ഞാൽ എന്താ? നേരത്തെ RMS എഴുതിയതാണ്. I is equal to Im മാക്സിമം കറണ്ട്, മാക്സിമം കറണ്ട് അല്ലെങ്കിൽ ആംപ്ലിറ്റ്യൂഡ് ഇൻറ്റു സൈൻ തീറ്റ. ഓക്കെ, അപ്പോൾ ഈ വാല്യൂ നമ്മൾ നോക്കണം. ഇന്റഗ്രൽ 0 to π Im sin തീറ്റ ഡിവൈഡഡ് ബൈ π ഇൻറ്റു d തീറ്റ. അപ്പൊ Im ബൈ π എന്നുള്ള വാല്യൂ ഇന്റഗ്രേഷൻ ഇങ്ങോട്ട് കൊണ്ടുപോകണം. കാരണം നമ്മൾ തീറ്റനാണ് ഇന്റഗ്രേറ്റ് ചെയ്യണം. അപ്പൊ സൈൻ തീറ്റ മാത്രമാണ് വെച്ചത്. Im ഡിവൈഡഡ് ബൈ π ഇൻറ്റു ഇന്റഗ്രൽ 0 to π സൈൻ തീറ്റ ഇൻറ്റു d തീറ്റ. സൈൻ തീറ്റ ഇൻറ്റു d. സൈൻ തീറ്റയുടെ ഇന്റഗ്രൽ എന്താണ്? മൈനസ് കോസ് തീറ്റ. Im ബൈ π ഇൻറ്റു മൈനസ് കോസ് തീറ്റ റേഞ്ച് π 0. ഇവിടെ ഒരു മൈനസ് ഉണ്ട്, നെഗറ്റീവ് ഉണ്ട്, അത് വിട്ടുപോയത്. കാരണം സൈൻ തീറ്റയുടെ ഇന്റഗ്രൽ മൈനസ് കോസ് തീറ്റയാണ്, കോസ് തീറ്റയുടെ ഇന്റഗ്രൽ സൈൻ തീറ്റയാണ്. Im ബൈ π വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ഈ മൈനസ് നമ്മൾ അവിടെ വരുന്നത് കോസ് തീറ്റ മൈനസ് എടുക്കുന്നില്ല, കോസ് പൈ മൈനസ് കോസ് 0 it is equal to Im by pi into minus cos pi. Cos pi ന്റെ വാല്യൂ അറിയില്ല, ജസ്റ്റ് ആ ഒരു ഫിഗർ വരച്ചെടുത്ത് സൈൻ്റെ വാല്യൂവാണ്. കോസിന്റെ വാല്യൂ അറിയില്ലെങ്കിൽ വരച്ച് നോക്കണം. ഇത് 0 ആണ്, ഇത് π/2 ആണ്, ഇത് പൈ ആണ്. എത്ര വരില്ല? π 0. അപ്പൊ കോസിന്റെ വേവ് ഫോം എങ്ങനെയുണ്ട്? ഇത് വാല്യൂ കൊണ്ടുവന്നില്ല, ഇത് -1. കാരണം മാക്സിമം വാല്യൂ -1. അപ്പോ ഗ്രാഫ് വരുന്നത് ഇങ്ങനെയായിരിക്കും. ഗ്രാഫ് 3π/2. അപ്പൊ കോസ് പൈ എന്ന് പറയുന്ന വാല്യൂന്റെ സമയത്ത് എന്താണ്? -1 ആണ്. -1 മൈനസ് കോസ് 0. കോസ് 0 ആണ് എത്ര? 1. അപ്പോൾ Im by pi minus -1 -2 -2 into -1 minus എത്രയാണ്? 2 into 2 this equal to 2 into Im by pi അല്ലെങ്കിൽ Im divided by π/2. I average. It is equal to 0.637 into maximum current. അപ്പോൾ ഇതാണ് ആവറേജ് വാല്യൂ ഇക്വേഷൻ. I average is equal to 2 into Im by pi is equal to Im divided by π/2. This equal to 0.637 Im. ഇതാണ് ആവറേജ് വാല്യൂന്റെ ഇക്വേഷൻ. ഇനി നമുക്ക് 2 ടേമും കൂടി പഠിക്കാനുണ്ട് ഇതുമായി ബന്ധപ്പെട്ടിട്ട്. ഓക്കെ, അപ്പോൾ അത് നമുക്ക് നോക്കാം. അടുത്തതാണ് ഫോം ഫാക്ടർ. എന്താണ് ഫോം ഫാക്ടർ?
ഫോം ഫാക്ടർ KF ഫോമിന്റെ ഫസ്റ്റ് ലെറ്റർ എഫ് കൊടുക്കണം. RMS വാല്യൂ ഡിവൈഡഡ് ബൈ ആവറേജ് വാല്യൂ. RMS വാല്യൂ എത്രയാണ്? IM divided by √2 divided by average value 2IM divided by pi. ഇത് IM ക്യാൻസൽ ചെയ്യുമ്പോൾ ബാക്കിയുള്ള സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടും 1.11. അതാണ് ഫോം ഫാക്ടർ. ഇത് ഏതാണ് 1.11? സിനുസോയിഡൽ വേവ് ഫോമിൽ ഉണ്ടാകും. അത് ട്രയാങ്കുലർ ആവുമ്പോഴും സ്ക്വയർ ആവുമ്പോഴും ഒക്കെ ഈ ഫോം ഫാക്ടറിന്റെ വാല്യൂ മാറും. ഇത് സിനുസോയിഡൽ ആവുമ്പോഴാണ് 1.11 എന്നുള്ള കാര്യം ആവശ്യം. ഇനി അടുത്തതാണ് പീക്ക് ഫാക്ടർ അല്ലെങ്കിൽ ആംപ്ലിറ്റ്യൂഡ് ഫാക്ടർ, അതല്ലെങ്കിൽ ക്രസ്റ്റ് ഫാക്ടർ. പീക്ക് ഫാക്ടർ, ആംപ്ലിറ്റ്യൂഡ് ഫാക്ടർ, ക്രസ്റ്റ്. ഇതിലൊക്കെ നോക്കിയാൽ മതി. പീക്ക് ഐ, ആംപ്ലിറ്റ്യൂഡ് മാക്സിമം, ക്രസ്റ്റ് മാക്സിമം. അപ്പൊ മാക്സിമം വാല്യൂവിന്റെ കാര്യമാണ് പറയുന്നത്. അപ്പോ ഐ ആംപ്ലിറ്റ്യൂഡിന്റെ ഐ അല്ല കെ എ, ആംപ്ലിറ്റ്യൂഡിന്റെ എ ആയിട്ടുള്ളത് മാക്സിമം വാല്യൂ. ഈ വേർഡ് തന്നെ ക്രസ്റ്റ്, ആംപ്ലിറ്റ്യൂഡ്, പി. മാക്സിമം വാല്യൂ ഡിവൈഡഡ് ബൈ RMS വാല്യൂ. ഈ മാക്സിമം വാല്യൂ IM ആണ്, ഡിവൈഡഡ് ബൈ RMS വാല്യൂ IM ഡിവൈഡഡ് ബൈ √2. It is equal to √2. √2ന്റെ വാല്യൂ എത്രയാണ്? 1.414. അപ്പൊ ഇതാണ് ഫോം ഫാക്ടർ, അതുപോലെ തന്നെ പീക്ക് ഫാക്ടർ, ക്രസ്റ്റ് ഫാക്ടർ. ഓക്കെ, അപ്പൊ ഇന്നത്തെ ക്ലാസ് ഇവിടെ വൈൻഡപ്പ് ചെയ്യണം. താങ്ക് യു.